സങ്കൽപ്പിക്കുക, ഒരു ദിവസം താങ്കൾ മരിക്കുന്നു. ഉം. വളരെ ഗൗരവമുള്ളൊരു തുടക്കം. അതെ, ഈ നിമിഷം വരെ താങ്കൾ ഉണ്ടാക്കിയെടുത്ത ബാങ്ക് ബാലൻസുകൾ, സമ്പാദ്യങ്ങൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ് തുടങ്ങി താങ്കൾ അഭിമാനിച്ചിരുന്ന സകല കാര്യങ്ങളും ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ്. തികച്ചും ശൂന്യമായ കൈകളോടെ. കൃത്യമായി പറഞ്ഞാൽ, ശൂന്യമായ കൈകളോടെ താങ്കൾ ഒരു വലിയ ഓഡിറ്റിംഗ് റൂമിലേക്ക് നടന്നു കയറുകയാണ് എന്ന് സങ്കൽപ്പിക്കുക. ഉം. ഉം. അവിടെ താങ്കളെ കാത്തിരിക്കുന്നത് വെറും 4 ചോദ്യങ്ങൾ മാത്രമാണ്. ആ 4 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാതെ താങ്കൾക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാകില്ല. ശരിയാണ്, ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയില്ല. നമ്മൾ സാധാരണയായി ഒരാളുടെ ജീവിത വിജയത്തെ അളക്കുന്നത് ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലെ തുകയോ വീടിന്റെ വലിപ്പമോ ഒക്കെ വെച്ചാണല്ലോ. അതെ, വളരെ ലളിതമായ, നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ. കറക്റ്റ്. എന്നാൽ മനുഷ്യന്റെ യഥാർത്ഥ ജീവിത മൂല്യത്തെ അളക്കുന്ന, ഉത്തരം നൽകാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അന്തിമ ഓഡിറ്റിംഗിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും, നമ്മുടെ പക്കലുള്ളത് വളരെ ചിന്തോദ്ദീപകമായ ഒരു ചരിത്രരേഖയാണ്. അബൂബർസ അൽ അസ്ലമി നിവേദനം ചെയ്ത തിർമുദി എന്ന ഗ്രന്ഥത്തിൽ 2417 നമ്പറായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവാചക വചനം. വളരെ പ്രശസ്തമായ ഒരു രേഖയാണിത്. അതെ. അപ്പോ കേൾവിക്കാരായ താങ്കളെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു കേവല വായനയല്ല, മറിച്ച് താങ്കളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒരു വലിയ സെൽഫ് ഓഡിറ്റിംഗിലേക്കുള്ള യാത്രയാണ്. ഈ ചരിത്രരേഖ മുന്നോട്ട് വയ്ക്കുന്ന ദാർശനികമായ ഒരു ഉൾക്കാഴ്ചയുണ്ട്. അത് ശരിക്കും മനുഷ്യന്റെ അഹംഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒന്നാണ്. മരണാനന്തര ജീവിതത്തിൽ ഒരു മനുഷ്യൻ നിർബന്ധമായും നേരിടേണ്ടി വരുന്ന 4 സുപ്രധാന ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇത് വ്യക്തമാക്കുന്നത്. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും കാര്യങ്ങൾ എളുപ്പത്തിൽ തരംതിരിക്കാനും അക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ അളക്കാനും വലിയ താൽപ്പര്യമാണല്ലോ. അതെ അതെ, അതൊരു ഹ്യൂമൻ നേച്ചറാണ്. കാരണം അത് നമുക്കൊരു കംഫർട്ട് നൽകുന്നുണ്ട്. എന്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, അല്ലെങ്കിൽ ഇത്ര സ്വത്തുണ്ട്, അതുകൊണ്ട് ഞാൻ വിജയിച്ചു എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. ശരിയാണ്. എന്നാൽ ഈ രേഖ മനുഷ്യന്റെ ഉദ്ദേശങ്ങളെയും പ്രവൃത്തികളുടെ ആന്തരികമായ സത്യസന്ധതയെയും അളക്കുന്ന പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഈ രേഖയുടെ തുടക്കം തന്നെ നമ്മളെ വല്ലാതെ പിടിച്ചുകുലുക്കുന്ന ഒന്നാണ്. വാചകം ഇങ്ങനെയാണ്, അതായത് 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിമയുടെയും ഇരുപാദങ്ങൾ നീങ്ങുക സാധ്യമല്ല. ഇരുപാദങ്ങൾ നീങ്ങുക സാധ്യമല്ല. അതെ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നിശ്ചലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പാദങ്ങൾ നീങ്ങുക സാധ്യമല്ല എന്ന് പറയുന്നതിലെ ആ ഒരു സ്തംഭനാവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതൊരു കേവലം ശാരീരികമായ അവസ്ഥയല്ല, അതിനൊരു വലിയ മനഃശാസ്ത്രപരമായ തലമുണ്ട്. മനുഷ്യന്റെ ഒരു പൊതുവായ സ്വഭാവം എന്താണെന്നാൽ, നമുക്കിഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും. അതെ, നമ്മൾ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ നോക്കും. കറക്റ്റ്. നമ്മൾ ആ സംഭാഷണം അവസാനിപ്പിച്ചു നടന്നുപോകും. ഇതിനെ ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് പറയാം. എന്നാൽ ഈ അന്തിമ വിചാരണയിൽ നിങ്ങളുടെ ആ ഏജൻസി പൂർണ്ണമായും റദ്ദാക്കപ്പെടുകയാണ്. ഓ, എന്നുവെച്ചാൽ നമുക്കവിടെ ഒരു ചോയ്സ് ഇല്ല? യാതൊരു ചോയ്സുമില്ല. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയവരാണെങ്കിലും, എത്ര വലിയ അധികാരങ്ങൾ കൈയാളിയ ആളാണെങ്കിലും, പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അനിവാര്യമായ അവസ്ഥയാണിത്. കൃത്യവും തൃപ്തികരവുമായ ഉത്തരം നൽകാതെ അയാൾക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനോ ഒരു ചുവടുപോലും മുന്നോട്ടു പോകാനോ കഴിയില്ല. ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള എല്ലാ എക്സിറ്റ് ഡോറുകളും അവിടെ അടയുകയാണ്. എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് കോർപ്പറേറ്റ് ലോകത്തെ ആനുവൽ പെർഫോമൻസ് അപ്രൈസൽ മീറ്റിംഗുകളെയാണ്. നല്ലൊരു ഉദാഹരണമാണത്. അല്ലേ? നമ്മൾ ഒരു വർഷം എന്തു ചെയ്തു എന്ന് വിശദീകരിക്കേണ്ടി വരും. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ നമുക്ക് കുറച്ച് കണക്കുകളൊക്കെ മാറ്റിമറിച്ച് കാണിച്ച്, അല്ലെങ്കിൽ ചില ഒഴിവു കഴിവുകളൊക്കെ പറഞ്ഞ് മാനേജറെ ബോധ്യപ്പെടുത്തി രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. തീർച്ചയായും. എന്നാൽ ഈ അന്തിമ ഓഡിറ്റിംഗിൽ നമ്മളോട് തന്നെ കണക്ക് പറയേണ്ടി വരുന്ന, ഒളിച്ചുവെക്കാൻ യാതൊന്നുമില്ലാത്തൊരവസ്ഥയാണല്ലേ ഒരു അൾട്ടിമേറ്റ് അക്കൗണ്ടബിലിറ്റി. കൃത്യമായി പറഞ്ഞാൽ, മനുഷ്യന്റെ തലച്ചോറിനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാതെ സ്വയം അംഗീകരിക്കുക എന്നതാണ്. ഒരു കോർപ്പറേറ്റ് ഓഡിറ്റിംഗിൽ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് മറ്റൊരാളെ കബളിപ്പിക്കാം. അതെ, അത് പലരും ചെയ്യാറുമുണ്ട്.
എന്നാൽ ഇവിടെ നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകം നിങ്ങളുടെ തന്നെ മനസാക്ഷിക്കു മുന്നിൽ പൂർണ്ണമായും തുറന്നുവയ്ക്കപ്പെടുന്നു. അവിടെ ഒഴിവുകഴിവുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ഉം. ഈ 4 ചോദ്യങ്ങൾ ഒരു മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ 4 തൂണുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ സമയവും അറിവുമാണ്. സമയവും അറിവും. അതെ. ഒന്നാമത്തെ ചോദ്യം തന്റെ ആയുസ് എന്തിലാണ് വിനിയോഗിച്ചതെന്നും രണ്ടാമത്തേത് തന്റെ അറിവുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചതെന്നും. നമ്മുടെ കയ്യിലുള്ള അദൃശ്യമായ 2 വലിയ വിഭവങ്ങളാണത്. ഇതിൽ ആയുസ്സിനെ അല്ലെങ്കിൽ സമയത്തെക്കുറിച്ചുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉണ്ടാക്കും. ശരിയാണ്. ആരോഗ്യം ഒരു പരിധിവരെ നമുക്ക് മരുന്നിലൂടെ വീണ്ടെടുക്കാം. എന്നാൽ കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് പോലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ പാഴാക്കുന്നത് സമയം തന്നെയല്ലേ? അതെ. മനുഷ്യന്റെ തലച്ചോറ് രൂപപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ തൽക്ഷണമുള്ള സന്തോഷങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതിയിലാണ്. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്കെപ്പോഴും അപ്പപ്പോ ഉള്ള റിവാർഡുകൾ വേണം. കറക്റ്റ്. ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യങ്ങളെക്കാൾ ഇപ്പോൾ ലഭിക്കുന്ന ചെറിയ സന്തോഷങ്ങൾക്ക് നമ്മൾ സമയം ചെലവാക്കും. അതാണ് നമ്മൾ കാണുന്ന ഈ പ്രോക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം. എന്നാൽ ആയുസ് എന്നത് അനന്തമായ ഒന്നല്ല. അത് വളരെ പരിമിതമായ ഒരു അസംസ്കൃത വസ്തുവാണ്. ആ സമയം വെച്ച് താങ്കൾ എന്ത് നിർമ്മിച്ചു എന്നതാണ് ആ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. സമയമെന്ന അസംസ്കൃത വസ്തു വളരെ നല്ലൊരു പ്രയോഗമാണത്. ഇതിനോട് ചേർത്തു വായിക്കേണ്ടതാണ് രണ്ടാമത്തെ ചോദ്യവും. അതായത് അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്നത്. കാരണം ഈ സമയമെന്ന അസംസ്കൃത വസ്തു ഉപയോഗിച്ച് ഒരു ജീവിതം പടുത്തുയർത്താനുള്ള ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപരേഖയാണ് അറിവ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അറിവ് നേടുക എന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ? എന്നുവെച്ചാൽ? അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വായിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വലിയ ഡിഗ്രികളൊക്കെ നേടുന്ന ആളുകളെ നമ്മൾ വലിയ ബഹുമാനത്തോടെയാണല്ലോ കാണുന്നത്. അതെ, തീർച്ചയായും. അവരാ അറിവ് വെച്ച് ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ആ അറിവ് സമ്പാദിക്കാൻ അവരെടുത്തൊരു എഫേർട്ടുണ്ടല്ലോ, അതിനൊരു വിലയുമില്ലേ? ഇതൊരു തരം, എനിക്കിത് തോന്നുന്നത്, ലക്ഷങ്ങൾ വിലയുള്ള ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് അതിൽ വെറുതെ പഴയ സ്നേക്ക് ഗെയിം മാത്രം കളിച്ച് സമയം കളയുന്നത് പോലെയാണോ? ഫോൺ വാങ്ങിയത് വലിയ കാര്യമാണ്, പൈസ മുടക്കി, പക്ഷെ അതിന്റെ ഉപയോഗം വളരെ പരിമിതമാണ്. അതാണോ ഉദ്ദേശിക്കുന്നത്? താങ്കളുടെ ആ സ്മാർട്ട് ഫോൺ ഉദാഹരണം വളരെ രസകരമാണ്. പക്ഷേ യാഥാർത്ഥ്യം അതിലും ഗൗരവമേറിയതാണ് എന്ന് പറയേണ്ടി വരും. അതെന്താ അങ്ങനെ? അറിവ് സമ്പാദിക്കുക എന്നത് തീർച്ചയായും അധ്വാനം ആവശ്യമുള്ള കാര്യമാണ്. അതിൽ സംശയമില്ല. എന്നാൽ ഈ ചരിത്രരേഖ മുന്നോട്ട് വയ്ക്കുന്ന ദർശനമനുസരിച്ച് പ്രവൃത്തിയില്ലാത്ത അറിവെന്നത് വെറുമൊരു അലങ്കാരം മാത്രമല്ല. പിന്നെന്താണ്? അതൊരു വലിയ ബാധ്യത കൂടിയാണ്. ഒരു വലിയ ലയബിലിറ്റി. ബാധ്യതയോ? അത് കുറച്ച് സ്ട്രോങ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അതെ. ഒരാൾക്ക് ആരോഗ്യകരമായ ജീവിതരീതികളെക്കുറിച്ച് വലിയ അറിവുണ്ടെന്ന് കരുതുക. അയാൾ ആ വിഷയത്തിൽ ചിലപ്പോൾ പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ടാകാം. എന്നാൽ സ്വന്തം ജീവിതത്തിൽ അയാൾ നിരന്തരം അനാരോഗ്യകരമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ, വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ, ആ അറിവ് അയാൾക്കൊരു ഭാരമായി മാറുകയാണ്. ശരിയാണ്, അയാൾക്കതറിയാം, എന്നിട്ടും ചെയ്യുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ, ശരിയായ വഴി ഏതെന്നറിയാതെ തെറ്റ് ചെയ്യുന്ന ഒരാളേക്കാൾ വലിയ കുറ്റക്കാരനാണ് ശരിയായ വഴി അറിഞ്ഞിട്ടും അത് ബോധപൂർവം തിരസ്കരിക്കുന്ന ആൾ. അറിവെന്നത് വെറുമൊരു ഇൻഫർമേഷനല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അതൊരു ഉത്തരവാദിത്തമാണ്. സമൂഹത്തിലെ അനീതികളെക്കുറിച്ച് വ്യക്തമൊഴി അറിയാവുന്ന ഒരാൾ അത് കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കുമ്പോൾ അയാളുടെ അറിവ് യഥാർത്ഥത്തിൽ അയാളെ തന്നെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അറിവ് സമ്പാദിക്കലല്ല, ആ അറിവ് നിങ്ങളുടെ സ്വഭാവത്തെയും പ്രവൃത്തികളെയും എങ്ങനെ മാറ്റിത്തീർത്തു എന്നതാണ് യഥാർത്ഥ വിലയിരുത്തൽ. അത് വളരെ ശക്തമായൊരു ചിന്തയാണ്. അറിവ് കൂടുന്തോറും നമ്മുടെ ഉത്തരവാദിത്തം കൂടുന്നു. അപ്പോൾ ഈ അറിവ് പ്രായോഗികമാക്കാൻ നമുക്ക് ചിലപ്പോൾ വിഭവങ്ങൾ ആവശ്യമായി വരുമല്ലോ, പണമൊക്കെ വേണ്ടിവരും. തീർച്ചയായും. അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. ഇത് സമ്പത്തിനെക്കുറിച്ചാണ്. ഈ ചോദ്യത്തിന്റെ ഘടന തന്നെ വളരെ വ്യത്യസ്തമാണ്. അതെ, ഒരു പ്രത്യേകതയുണ്ടതിന്. വാചകം ഇങ്ങനെയാണ്: തന്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചതെന്ന്, എന്തിലാണ് ചെലവഴിച്ചതെന്ന്. ബാക്കി എല്ലാ ചോദ്യങ്ങളും എന്തിൽ വിനിയോഗിച്ചു എന്ന് മാത്രം ചോദിക്കുമ്പോൾ പണത്തിന്റെ കാര്യത്തിൽ മാത്രം അതൊരു ഇരട്ട പരിശോധനയായി മാറുന്നു.
അതെന്തുകൊണ്ടാണ് അങ്ങനെ രണ്ട് ഭാഗങ്ങൾ? അതായത് സമ്പത്തിന്റെ കാര്യത്തിൽ അതിന്റെ സ്രോതസ്സും അതുപോലെ അതിന്റെ വിനിയോഗവും ഒരുപോലെ ധാർമ്മികമായിരിക്കണമെന്ന കർശനമായ നിലപാടാണിത്. മനുഷ്യന്റെ സ്വാഭാവികമായ ചോദന എങ്ങനെയെങ്കിലും സമ്പത്ത് കുന്നുകൂട്ടുക എന്നതാണ്. അതെ, എത്ര കിട്ടിയാലും മതിയാവില്ല. അവിടെയാണ് ഈ ഇരട്ട പരിശോധന ഒരു വലിയ തടയണയായി മാറുന്നത്. ഒരാൾ അന്യായമായി മറ്റുള്ളവരെ ചൂഷണം ചെയ്തോ അല്ലെങ്കിൽ അഴിമതിയിലൂടെയോ വലിയൊരു തുക പണം സമ്പാദിച്ചു എന്ന് കരുതുക. ആ പണം മുഴുവൻ അയാൾ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കിയാൽ പോലും അയാൾ ഈ ഓഡിറ്റിംഗിൽ പരാജയപ്പെടും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താലും പരാജയപ്പെടും. അതെ, കാരണം ആ പണത്തിന്റെ സ്രോതസ് അശുദ്ധമാണ്. അയാൾ അന്യായമായാണല്ലോ അത് നേടിയത്. ശരിയാണ്. ഇനി മറുവശത്ത് ചിന്തിച്ചു നോക്കൂ. ഒരാൾ കഠിനാധ്വാനം ചെയ്ത് തികച്ചും സത്യസന്ധമായി പണം സമ്പാദിച്ചു, വളരെ ന്യായമായ വഴിയിലൂടെ. എന്നാ ആ പണം അയാൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അമിതമായ ധൂർത്തിനോ ആണ് ഉപയോഗിച്ചതെങ്കിൽ അവിടെയും അയാൾ പരാജയപ്പെടുന്നു. ചുരുക്കത്തിൽ സമ്പാദിക്കുന്ന വഴിയും ചിലവാക്കുന്ന വഴിയും ഒരുപോലെ ശുദ്ധമായിരിക്കണം. ഒരെണ്ണം മാത്രം ശരിയായാൽ പോരാ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊരു അപ്രായോഗികമായ ഐഡിയലിസമല്ലേ? ഒരു പ്രായോഗിക ബുദ്ധിക്ക് ഇത് ശരിയാകുമോ? താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? അതായത് കോർപ്പറേറ്റ് ലോകത്തായാലും ബിസിനസ്സിലായാലും അല്പമൊക്കെ വളഞ്ഞ വഴികൾ സ്വീകരിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു പൊതുബോധം നമുക്കിടയിലില്ലേ? അങ്ങനെ ഒരു ചിന്തയുണ്ട്. പണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനേക്കാൾ എത്ര പണം ഉണ്ടാക്കുന്നു എന്നതിനാണ് സമൂഹം ഇന്ന് വലിയ വില കൽപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ 100% ധാർമ്മികമായി പണം സമ്പാദിക്കുക എന്നത് ഇന്നത്തെ ഈ കടുത്ത മത്സരലോകത്ത് ഒരു മണ്ടത്തരമായി പലർക്കും തോന്നില്ലേ? ഒറ്റനോട്ടത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നാം. ഇന്നത്തെ കാലത്ത് പലരും വിശ്വസിക്കുന്നത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണ്. അതായത് എൻഡ്സ് ജസ്റ്റിഫൈ ദ മീൻസ്. അതെ, നമ്മൾ ഉദ്ദേശിച്ചത് നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് റോബിൻഹുഡ് സിൻഡ്രോം എന്ന് വേണമെങ്കിൽ വിളിക്കാം. നല്ലൊരു കാര്യത്തിനു വേണ്ടി മോശം വഴിയിലൂടെ പണമുണ്ടാക്കാം എന്നൊരു കോഗ്നിറ്റീവ് ഡിസോണൻസ്, അതായത് പരസ്പര വിരുദ്ധമായ ഒരു ചിന്താഗതി ആളുകളിലുണ്ട്. നമ്മൾ അഴിമതിയിലൂടെ പണമുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ചു പണം ജീവകാരുണ്യത്തിന് നൽകുമ്പോൾ നമ്മുടെ മനസാക്ഷിക്കൊരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നു. ഞാൻ നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് തോന്നും. അതെ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. എന്നാൽ ഈ ചരിത്രരേഖ അത്തരം എല്ലാ പഴുതുകളും അടച്ചുപൂട്ടുകയാണ്. സമ്പത്തെന്നത് നിങ്ങൾക്ക് തോന്നുംപടി കൈകാര്യം ചെയ്യാൻ ലഭിച്ചൊരു അവകാശമല്ല, അതൊരു വലിയ പരീക്ഷണമാണ്. ഒരു ട്രസ്റ്റ് പോലെയാണ് അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. ഇന്നത്തെ ഉപഭോക്തൃ സംസ്കാരം നമ്മളോട് പറയുന്നത് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, എന്നിട്ട് ആഡംബരമായി ജീവിക്കുക എന്നാണ്. ഷോ ഓഫ് ചെയ്യുക. അതെ. എന്നാൽ ഈ ഓഡിറ്റിംഗ് സിസ്റ്റം നമ്മളോട് പറയുന്നത് നിങ്ങൾ അനീതിയിലൂടെ നേടുന്ന ഓരോ നാണയത്തുട്ടിനും നിങ്ങൾ കണക്ക് പറയേണ്ടി വരുമെന്നാണ്. ഈ ഒരു ബോധമുള്ള ഒരാൾക്ക് ഒരിക്കലും അഴിമതി ചെയ്യാനോ മറ്റൊരാളെ വഞ്ചിക്കാനോ കഴിയില്ല. കാരണം അയാൾക്ക് അയാളുടെ ആത്യന്തികമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. അത് വളരെ ശരിയാണ്. നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നു. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെലവാക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്, നമ്മുടെ ആരോഗ്യത്തെയാണ്. അതെ, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതാണ്. ഈ ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നാലാമത്തെയും അവസാനത്തെയും ചോദ്യത്തിലേക്കാണ്. തന്റെ ശരീരം എന്തിലാണ് ഉപയോഗപ്പെടുത്തിയതെന്ന്, അല്ലെങ്കിൽ ഈ ശരീരത്തെ എന്തിനുവേണ്ടിയാണ് പരീക്ഷണിപ്പിച്ചതെന്ന്. ഇവിടെ ശരീരം എന്നതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണത്. നമ്മൾ ആയുസ്സിനെക്കുറിച്ചും പണത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇവ രണ്ടും വിനിയോഗിക്കുന്നത് നമ്മുടെ ശരീരം എന്ന മാധ്യമത്തിലൂടെയാണല്ലോ. ശരീരം എന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് താൽക്കാലികമായി ലഭിച്ച ഒരു വാടക വീടുപോലെയാണ്. നമ്മൾ ഒരിക്കലും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരല്ല. വാടക വീട്, അതുകൊള്ളാം. ഈ വീട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളത് എങ്ങനെ പരിപാലിച്ചു, എന്താവശ്യങ്ങൾക്കാണോ ആ ഊർജം മുഴുവൻ നമ്മൾ ഇല്ലാതാക്കിയത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഒരു മനുഷ്യന്റെ ഏറ്റവും വിലപിടിപ്പുള്ള കറൻസി അയാളുടെ ശാരീരിക ഊർജമാണ്, പ്രത്യേകിച്ച് യുവത്വത്തിന്റെ കരുത്ത്. ആ കരുത്ത് ഉപയോഗിച്ച് നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് രേഖപ്പെടുത്തി വെച്ചു എന്നതാണ് അവസാനത്തെ വിചാരണ. ശരീരം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ചോദിക്കൂ. ഇന്നെല്ലാവരും സെൽഫ് കെയറിനും മാനസികാരോഗ്യത്തിനും വിശ്രമത്തിനും വലിയ പ്രാധാന്യം നൽകുന്നൊരു സമയമാണല്ലോ. അതെ അതെ, അത്യാവശ്യവുമാണ്. അപ്പോൾ ഈ ചോദ്യം അർത്ഥമാക്കുന്നത് നമ്മൾ എപ്പോഴും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഈ ശരീരത്തെ ഇല്ലാതാക്കണമെന്നാണോ? വിശ്രമിക്കാനോ ആസ്വദിക്കാനോ പാടില്ല, നിരന്തരം അധ്വാനിച്ചുകൊണ്ടേയിരിക്കണമെന്നാണോ ഈ രേഖ ആവശ്യപ്പെടുന്നത്? ഒരിക്കലുമല്ല. ശരീരം ഉപയോഗപ്പെടുത്തുക എന്നതിനർത്ഥം
അതിനെ പീഡിപ്പിക്കുക എന്നല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാടക വീടിന്റെ ഉദാഹരണം തന്നെ വീണ്ടും എടുക്കാം. ഉം. നിങ്ങളൊരു വാടക വീടെടുത്തിട്ട് അത് എപ്പോഴും വൃത്തിയാക്കി നല്ല പെയിന്റൊക്കെ അടിച്ച് അടച്ചിടുകയാണെങ്കിൽ ആ വീടുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? യാതൊരു പ്രയോജനവുമില്ല. അതിൽ താമസിച്ചാലല്ലേ കാര്യമുള്ളൂ. അതെ, വീട് പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അത് അതിൽ ജീവിക്കാനും ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയായിരിക്കണം. ശരീരത്തിന്റെ കാര്യവും ഇതുതന്നെയാണ്. ആ, അതായത് നമ്മൾ വെറുതെ ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. കറക്റ്റ്. ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുന്നതും നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നതും എല്ലാം ശരീരത്തെ മികച്ച രീതിയിൽ നിലനിർത്തുന്നതിന്റെ ഭാഗമാണ്. സെൽഫ് കെയർ വളരെ പ്രധാനമാണ്. എന്നാൽ ആത്യന്തികമായി ഈ സംരക്ഷിക്കപ്പെടുന്ന ഊർജം എന്തിനുവേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് ചോദ്യം. താങ്കൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നിരന്തരം ഉപദ്രവം ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ സമൂഹത്തിന് യാതൊരു പ്രയോജനവുമില്ലാതെ പൂർണ്ണമായും സ്വാർത്ഥനായി സ്വന്തം കാര്യങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിലോ, താങ്കൾ ആ ശരീരത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു എന്നാണ് അർത്ഥം. ശരിയാണ്. ആ ഊർജം നമ്മൾ എവിടേക്ക് ചാനൽ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. അതെ, നിങ്ങളുടെ ശാരീരിക ഊർജം നന്മയ്ക്കു വേണ്ടിയായിരിക്കണം വിനിയോഗിക്കേണ്ടത്. ഈ 4 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സർക്യൂട്ട് പോലെയാണ്. സമയം, അറിവ്, സമ്പത്ത്, ശരീരം, ഇവ 4ഉം ശരിയായ ദിശയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യജീവിതം പൂർണ്ണമാകുന്നത്. വളരെ ഗഹനമായൊരു ചർച്ചയായിരുന്നു ഇത്. നമ്മളിപ്പോൾ ആ വലിയ അന്തിമ ഓഡിറ്റിംഗിന്റെ 4 തൂണുകളും വളരെ വിശദമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞു. ആയുസ്, അറിവ്, സമ്പത്ത്, ശരീരം. അതെ, ഈ 4 തൂണുകൾ. മനുഷ്യന്റെ ജീവിത വിജയം ആത്യന്തികമായി അളക്കപ്പെടുന്നത് നമ്മളുണ്ടാക്കിയെടുത്ത ബാങ്ക് ബാലൻസിന്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ 4 ഘടകങ്ങളിൽ നിന്നുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ പൂർണ്ണമായി മാറുകയാണ്. തീർച്ചയായും. ഈ 4 കാര്യങ്ങൾ മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. അതോടൊപ്പം തന്നെ അവ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളുമാണ്. തിർമുദിയിലെ ഈ വചനം കേവലം ഒരു ചരിത്രരേഖയോ മതപരമായ പാഠമോ മാത്രമല്ല. പിന്നെ അതൊരു വലിയ മാനദണ്ഡമാണ്. അതെ, അതൊരു വലിയ കണ്ണാടിയാണ്. ഏതൊരാൾക്കും സ്വന്തം ജീവിതത്തെ വിലയിരുത്താൻ ഉപയോഗിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച സെൽഫ് ഓഡിറ്റിംഗ് മാനദണ്ഡമാണിത്. ഈ 4 കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരന്തരം പരിശോധിക്കുന്നത് നമ്മളെ കൂടുതൽ മികച്ച മനുഷ്യരാക്കാൻ സഹായിക്കും. തീർച്ചയായും. അപ്പോൾ ഈ കേൾക്കുന്ന താങ്കൾ എന്തിനാണ് ഈ കാര്യങ്ങൾ ഇത്ര ശ്രദ്ധയോടെ കേൾക്കേണ്ടത്? എന്തിനാണ് ഇത് താങ്കളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ താങ്കളുടെ മുന്നിൽ വെച്ചാൽ താങ്കൾ അതിന് എന്തുത്തരം നൽകും എന്ന് സ്വയം ചിന്തിക്കേണ്ട സമയമാണിത്. ഇതൊരു സാധാരണ ഇൻഫർമേഷനല്ല, മറിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിശാസൂചികയാണ്. ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ ചിന്ത ഇവിടെ അവസാനിക്കാൻ പാടില്ല. ഒരിക്കലുമില്ല. ഇന്ന് രാത്രി താങ്കൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ശാന്തമായ ഒരു നിമിഷം ചിന്തിക്കുക. കഴിഞ്ഞ ഒരാഴ്ചത്തെ താങ്കളുടെ സമയം താങ്കൾ എങ്ങനെ ചിലവഴിച്ചു? താങ്കൾ നേടിയ അറിവ് താങ്കൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? താങ്കൾ സമ്പാദിച്ചതും ചിലവാക്കിയതുമായ പണത്തിന്റെ വഴികൾ ഏതൊക്കെയായിരുന്നു? താങ്കളുടെ ശാരീരിക ഊർജം താങ്കൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? അതെ, ഈ 4 കാര്യങ്ങൾ മാത്രം വെച്ച് താങ്കളെ എന്ന് ആരെങ്കിലും ഒന്ന് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അന്തിമ റിപ്പോർട്ട് കാർഡിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? താങ്കളുടെ ആ റിപ്പോർട്ട് കാർഡ് കണ്ടാൽ താങ്കൾക്ക് തന്നെ അഭിമാനം തോന്നുമോ? ആ ചോദ്യത്തിനുള്ള സത്യസന്ധമായ ഉത്തരത്തിൽ താങ്കളുടെ ഭാവിയുണ്ട്. ചിന്തിക്കുക. പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.